ഇല്ല, ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതിനുശേഷം ആരെയും കണ്ടില്ല. ഗുരുകുലത്തിൽ നിന്ന് സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചെത്തുന്നതാണ്. ഇതുവരെ വന്നിട്ടില്ല. തിരക്ക് ചെന്നപ്പോ ഗുരുകുലത്തിന് നേരത്തെ പോയിരിക്കണോ? ചിലപ്പോ സമപ്രായക്കാരോടൊപ്പം കളിക്കാനോ മറ്റോ. ഇല്ല, അവൻ അങ്ങനെ പോവില്ല. വീട് ഗുരുകുലം അല്ലാതെ മറ്റൊരു ചിന്ത അവനില്ല. എന്ത് പറ്റിയോ എന്റെ കുഞ്ഞിന്? പരിഭ്രമിക്കാതെ അന്വേഷിക്കുക. തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞിനെ കണ്ടെത്തും. ദേശമംഗലത്തുനിന്നും ബാലകരെ കാണാതാവുന്നത് പതിവാണത്രേ. ഈശ്വര, എത്രയും പെട്ടെന്ന് അമ്മയോട് വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? എന്തേ നീ തിരിച്ചെത്തിയില്ല? അമ്മയ്ക്ക് ഇത് ആരുണ്ട് കുഞ്ഞെ? ആറ്റുനോറ്റ് വളർത്തിയിട്ട് എന്റെ കുഞ്ഞിന്റെ വിധി ഇതായി പോയല്ലോ. ഇല്ല, നിന്റെ ഈ പിഞ്ചു ജീവൻ എടുത്തവരെ ഞാൻ വെറുതെ വിടില്ല. ഇത്രയും കാലം ഞാൻ വിളിച്ചാരാധിച്ച ദൈവങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ, അമ്മ എന്ന വാക്കിൽ സത്യമുണ്ടെങ്കിൽ, എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തവരെ ഞാൻ വെറുതെ വിടില്ല. നാഗേന്ദ്ര, നീയും നിന്റെ കിങ്കരന്മാരും കൂടി പിടിച്ചെടുത്ത ഇളം പൈതലുകളുടെ ജീവനുകൾക്ക് കണക്കില്ല. ഗുരുകുലത്തിൽ പോയി കൊഞ്ചലോടെ തിരിച്ചു വരുന്ന എന്റെ കുഞ്ഞിനെയും കാത്തിരുന്നതാണ് ഞാൻ. പക്ഷെ ഞാൻ കണ്ടത് അവന്റെ ശിരസറ്റ ജഡമാണ്. ഒരുപാട് അമ്മമാർ ഉടലും ശരീരവും വേർപെട്ട കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് നിന്റെ താവളം ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അങ്ങനെ മടങ്ങില്ല. ഇനി ഒരു ബലി നടത്താനും അതുവഴി ദേശമംഗലത്തിന്റെ നാശത്തിന് കാരണക്കാരനാവാനും നിന്നെ ഞാൻ വിടില്ല. ദേശമംഗലത്ത് കരയുന്ന 1000 അമ്മമാരുടെ കരുത്ത് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അവർക്ക് വേണ്ടി, എന്റെ ജന്മനാടിന് വേണ്ടി ഞാൻ നിന്റെ ജീവൻ എടുക്കുക. ദേശമംഗലത്തിന്റെ നാശം ഞാനും എന്റെ ജ്യേഷ്ഠനും കൊതിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായിന്നറിയോ? ആഭിചാര കർമ്മങ്ങളുടെ പേര് പറഞ്ഞ് തമ്പുരാന്റെ കൽപ്പനയല്ല, ദേവിയുടെ കൽപ്പനയാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അച്ഛൻ സേനാപതിയെ തല മുണ്ടനം ചെയ്ത് കഴുതപ്പുറത്തിരുത്തി നാടിന്റെ അതിർത്തി കടത്തി വിട്ടത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് നാണക്കേടിന്റെ ഭാണ്ഡവുമായി അച്ഛൻ ഇറങ്ങി നടക്കുമ്പോ അച്ഛന്റെ പിറകെ നടന്ന 2 കുട്ടികളുണ്ട്, ഞാനും ഇവളും. അന്നീ താവളത്തിലേക്ക് കയറിയ ഞങ്ങളുടെ പിതാവ് ഒരു വറ്റുണ്ടിട്ടില്ല, ഒരു തുള്ളി വെള്ളം പാനം ചെയ്തിട്ടില്ല. ആരോഗ്യം ക്ഷയിച്ച അച്ഛന്റെ ശരീരത്തില് പുഴുക്കൾ നുരഞ്ഞു തുടങ്ങിയപ്പോഴും ആ കണ്ണുകൾ കലങ്ങിയില്ല. ഒടുവിൽ പുഴുവരിച്ച ജീവൻ വേർപെടുന്നതിന് തൊട്ടു മുമ്പ് എന്നെയും ഇവളെയും കൈ ചേർത്ത് പിടിച്ച് അച്ഛൻ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, ദേശമംഗലത്തിന്റെ നാശം. അന്ന് തുടങ്ങിയതാടി നിന്റെ നാടിനോട് എനിക്ക് തോന്നിയ പക. എവിടെ ദേശമംഗലത്തിന്റെ രക്ഷകയായ ദേവി? എവിടെ സമ്പദ് സമൃദ്ധിയുടെ പേരിൽ അഹങ്കരിച്ചിരുന്ന നിന്റെ തമ്പുരാക്കന്മാർ? എവിടെ ഓരോ വറുതിയിലും ഓരോ നാശത്തിലും ദേശമംഗലത്തെ ആളുകൾ ചത്തൊടുങ്ങുമ്പോഴും അവിടുന്ന് പാലായനം ചെയ്യുമ്പോഴും അത് സേനാപതിയുടെ മക്കളുടെ ജയമാണ്. ഓമനത്വമുള്ള ഒരു ഇളം പൈതലിനെ പെറ്റുപോറ്റിയത് നിന്റെ തെറ്റ്. ഇനിയും ഉണ്ടാകണം കൂടി. 11ാമത്തെ ഇളം പൈതലിനെയും കുരുതി കൊടുത്ത് മൂർത്തികളെ പ്രസാദിപ്പിച്ചു കഴിയുമ്പോ ദേശമംഗലം ഞങ്ങൾ പിടിച്ചടക്കും. അന്നു മുതൽ ദേശമംഗലത്തിന്റെ തമ്പുരാൻ ഈ ഞാനോ? നാട് കേഴുന്നതിനോടൊപ്പം
മനസ്സ് കേഴുന്ന നിങ്ങളുടെ തമ്പുരാൻ ഈ പൗർണമി ദിവസവും അവധൂതൻ എത്തിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ? അതും നടക്കും. ദേശമംഗലത്തിനെ സ്നേഹിക്കുന്ന നിന്റെയൊക്കെ കൺമുന്നിൽ വെച്ച് നിങ്ങളുടെ തമ്പുരാൻ ജീവനോടെ എരിഞ്ഞടങ്ങും. അതോടെ ദൈവങ്ങൾക്ക് പോലും വിലക്കപ്പെട്ട മണ്ണിൽ നാഗേന്ദ്രനും സൈരന്ധ്രിയും കാലുകുത്തും. സേനാപതിയുടെ മക്കൾ അച്ഛന് വേണ്ടി പ്രതികാരം ചെയ്യും. നിന്റെ മകന്റെ ശരീരവും കൊണ്ട് വേണമെങ്കിൽ നിനക്ക് ഇവിടുന്ന് ഇറങ്ങാം. എനിക്കെതിരെ വാളെടുത്ത നിന്നോട് കനിവ് തോന്നിയിട്ടല്ല. അറ്റുപോയ ശിരസും കയ്യിൽ പിടിച്ച് ദേശമംഗലത്തുകൂടി നടന്നു പോകുന്നത് എന്റെ കാഴ്ചയാണ്. മനസ്സിലായോടി? മീനാക്ഷി, നേരം പുലർന്നോ? നാം സ്നാനത്തിനായി പുറപ്പെടുകയാണ്. തമ്പുരാന്റെ തീരുമാനങ്ങളെ എതിർക്കാൻ ഞാൻ അശക്തിയാണ്. എങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ, ഈ ആത്മാഹുതി വേണമായിരുന്നോ? മറ്റെന്തു മാർഗം? ഇത് നമ്മുടെ വിധിയാണ്. ദേശം വാഴുന്ന നമുക്ക് നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ചെയ്യാൻ ഈ ഒരു കാര്യമേ ഇനി ബാക്കിയുള്ളൂ. എന്റെ ജീവൻ സ്വീകരിച്ചിട്ടാണെങ്കിലും പ്രജകൾക്ക് നന്മ കൊടുക്കട്ടെ ഈശ്വരൻ. യുദ്ധത്തിന് പോകുമ്പോ തിലകം ചാർത്തുന്ന അതേ മനസ്സോടെ നമ്മെ യാത്രയാക്കണം. നമുക്ക് ധീരനായി ജീവത്യാഗം ചെയ്യണം. പ്രജകളുടെ ക്ഷേമകാര്യത്തിൽ നമുക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഭാര്യയും മകളെയും പരിപാലിക്കുക എന്ന കർമ്മത്തിനും സുന്ദരരാജനെന്ന ഈ തമ്പുരാൻ പരാജിതനായിപ്പോയി. ക്ഷമിക്കുക. തമ്പുരാൻ പറയുന്നത് എന്താണെന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാവുന്നില്ല. നാടുവാഴുന്ന തമ്പുരാൻ ആത്മാഹൂതി ചെയ്തു കഴിഞ്ഞാൽ ജനം പരിഭ്രാന്തരാകും. അവരുടെ ആശങ്ക അകറ്റേണ്ടത് ശിവശങ്കരനാണ്. എങ്ങനെ? നാം ഇല്ലാതായാൽ അടുത്ത തമ്പുരാൻ പദവി ശിവശങ്കരനായിരിക്കും. വേണ്ട തമ്പുരാൻ, ഞാൻ അങ്ങനെ ഒരു പദവി ആഗ്രഹിക്കുന്നേയില്ല. സഹോദരി ഭർത്താവെന്ന നിലയിൽ അങ്ങ് തരുന്ന സ്ഥാനമാന ബഹുമാനങ്ങൾ എനിക്ക് ധാരാളമാണ്. അതുമാത്രമല്ല, അങ്ങില്ലാതാവുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ഇത്? എന്റെ കർമ്മങ്ങൾ സന്തോഷത്തോടെ ചെയ്യാൻ അനുവദിക്കണം. പേര് കേട്ട ജോത്സ്യന്മാരുണ്ടല്ലോ, പൂജാവിധികൾ അറിയുന്നവരുടെ കൂട്ടം തന്നെയുണ്ട്. ഒരു പരിഹാര പൂജ കൊണ്ടെങ്കിലും ഇത് ഒഴിവാക്കാൻ പറ്റില്ലേ? പാഴായിപ്പോയ പരിഹാര പൂജ എത്രയെത്ര എണ്ണം. പ്രജകളുടെ വിശ്വാസമാണ് രാജാവിന്റെ കരുത്ത്. അതെപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ രാജവാഴ്ചയില്ല. രാജാവിന്റെ ജീവിതവും അവിടെ അവസാനിക്കുന്നു. മീനാക്ഷിക്കും കുഞ്ഞിനും കൂട്ടായിരിക്കണം. ആ ഒരു അഭ്യർത്ഥനയെ നമുക്ക് നമ്മുടെ സഹോദരിയോടുള്ളൂ. പിൻവിളി അരുത്. മന്ത്രി, ആടി ഒരുക്കിക്കഴിഞ്ഞോ? പുരോഹിതന്മാരെല്ലാം എത്തിക്കഴിഞ്ഞോ? എല്ലാം തയ്യാറായിരിക്കുന്നു തമ്പുരാൻ.
അങ്ങയുടെ ആഗ്രഹം പോലെ പ്രജകൾക്ക് അങ്ങോട്ടുള്ള പ്രവേശനവും നിഷേധിച്ചിരിക്കുന്നു. പ്രജകളുടെ കൺമുന്നിൽ നിന്നും ഒന്നും ഒളിച്ചു വെക്കാനില്ലെന്നാണ് ഇത്രയും കാലം നാം കരുതിയിരുന്നത്. എന്നാൽ ഈ ആത്മാഹൂതി അവർ കാണണ്ട. ഇതുകൊണ്ട് സർവനാശത്തിനൊരു അറുതി വരികയാണെങ്കിൽ എന്റെ ജനത നമ്മെ എപ്പോഴും ഓർക്കും. വിവിധ നാടുകളിൽ നിന്ന് പോലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊരാള് പോലും സുന്ദരരാജൻ തമ്പുരാന്റെ മരണം കാംക്ഷിക്കുന്നില്ല. പലരും കണ്ണീരോടെയാണ് തമ്പുരാൻ നിൽക്കുന്നത്. ക്ഷേത്രങ്ങളിൽ ഉപവാസം ഇരിക്കുന്നവർ നിരവധി. മന്ത്രി പറഞ്ഞു വരുന്നത് എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ പ്രിയതമയ്ക്കോ 6 മാസം പ്രായമുള്ള നമ്മുടെ പെൺകുഞ്ഞിനോ പറ്റാത്തൊരു തിരിച്ചുവിളി ഇനി ആർക്കും സാധിക്കില്ല. ഇന്ന് സൂര്യാസ്തമയത്തിനു മുമ്പ് അവധൂതന്റെ കാൽപാദം ദേശമംഗലത്തിന്റെ മണ്ണിൽ തൊട്ടില്ല എങ്കിൽ ദേശമംഗലത്ത് പിന്നെ നാം ഇല്ല. ആഴി ജ്വലിക്കട്ടെ, പുരോഹിതന്മാർ മന്ത്രോച്ചാരണങ്ങൾ തുടങ്ങട്ടെ. നാം നമ്മുടെ കർത്തവ്യത്തിലാണ്, രാജനീതിയുടെ ഉറച്ച കർമ്മത്തിൽ. വിമല, ദേശമംഗലം വാഴുന്ന പൊന്നു തമ്പുരാന് സൗഖ്യം തന്നെ അല്ലേ? തമ്പുരാൻ എല്ലാവരോടും യാത്ര പറഞ്ഞു കഴിഞ്ഞു. അല്പസമയം കഴിയുമ്പോ ഹോമകുണ്ടത്തിൽ അഗ്നി പകരും. ഹോമകുണ്ടം മാത്രമല്ല, സുന്ദരരാജൻ തമ്പുരാൻ തനിക്ക് വേണ്ടി സ്വയം കത്തിക്കുന്ന ചിത. ദേശമംഗലം വാഴുന്ന തമ്പുരാന്മാരുടെ പേര് തങ്കലിപികളിൽ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ സുന്ദരരാജന്റെ പേരെഴുതി വെക്കുന്നത് സ്വന്തം ചിത കത്തിക്കുന്ന തമ്പുരാൻ എന്നായിരിക്കും. എനിക്ക് നല്ല പേടിയുണ്ട്. കൊട്ടാരക്കെട്ടിൽ നിന്നുള്ള വർത്തമാനങ്ങൾ ഇവിടെ എത്തിക്കുന്നത് ഞാനാണല്ലോ. തമ്പുരാന്റെ പടയാളികൾ നിസ്സാരക്കാരല്ല. ഒരുപക്ഷെ എന്നെ അവർ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പോലും നിശ്ചയമില്ല. ഓരോ തവണയും വിമല ഇവിടുന്ന് മടങ്ങുന്നത് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ്. അതിന്റെ അളവ് കൂട്ടാനായിട്ടാണോ ഈ പേടി? അല്ല തമ്പുരാൻ, അടിയൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്തിനാ പേടിക്കുന്നേ? ഇന്ന് സന്ധ്യാസമയത്തിനുള്ളിൽ അവധൂതൻ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ സുന്ദരരാജൻ ജീവനൊടുക്കും. ദേശമംഗലത്ത് ഒരാൾക്ക് പോലും പിന്നെ ആ സ്ഥാനം ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല. നാഥൻ നഷ്ടപ്പെട്ട ദേശമംഗലത്തിനെ ഞങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കും. പിന്നെ ഞാനും എന്റെ ഈ സഹോദരനും വാഴാൻ പോകുന്നത് ദേശമംഗലത്തെ കൊട്ടാരത്തിലായിരിക്കും. അവിടെ നിനക്ക് എന്ത് സ്ഥാനമാണ് വേണ്ടത്? കൊട്ടാരത്തിലെ കാര്യക്കാരി? സൈനികരെ അടക്കം നിയന്ത്രിക്കുവാൻ ആജ്ഞാശക്തിയുള്ളവൾ? അതോ തമ്പുരാട്ടിയാവുന്ന എന്നോടൊപ്പം ഒന്നിച്ചിരുന്ന് ഉണ്ണുവാനും ഉറങ്ങുവാനുമുള്ള സ്വാതന്ത്ര്യമോ? നീ ചോദിക്കുന്നത് എന്തും അതാണ് നിനക്ക് ഞങ്ങൾ തരുന്ന സ്ഥാനവും വരവും. എങ്കില് ഈ അടിയന് സന്തോഷായി. സുന്ദരരാജൻ അവസാനിക്കുമ്പോ നീ കൈമാറുന്ന വിവരങ്ങളുടെ പട്ടികയിൽ സേനാനികളുടെ എണ്ണം, ആയുധങ്ങളുടെ പൂർണ്ണമായ വിവരം, സഹായിക്കാൻ പ്രാപ്തിയുള്ള അയൽനാടുകൾ എല്ലാം ഉണ്ടായിരിക്കണം. അതൊക്കെ ഞാൻ കൊണ്ടുവരാം. മന്ത്രിയുടെ ഉറ്റ തോഴനായ ഒരാളുണ്ട്, സുധേവൻ. അല്പം ഒന്ന് അടുത്തു ചെന്നിരുന്നാൽ പഴംപുരാണം പറയും പോലെ സുധേവൻ എല്ലാം പറഞ്ഞു തരും. സുധേവൻ തോറ്റുപോകുന്നത് എവിടെയാണെന്ന് ഇവൾക്ക് നന്നായി അറിയാം. ചെല്ല്, എന്നിട്ട് കാത്തിരുന്നോ നാഗേന്ദ്രനും സൈരേന്ദ്രയും പടയെടുത്ത് ദേശമംഗലത്തേക്ക് വരുന്നതിന്. ഏട്ടാ, സുന്ദരരാജനുള്ള യാത്രയയപ്പ് നമ്മളും പൂർത്തിയാക്കണ്ടേ? വേണം. കർമ്മങ്ങൾ ഇനിയും ബാക്കിയുണ്ട് നമുക്ക്. കുഞ്ഞെ, ഭാഗ്യം കെട്ട പിറവിയെന്ന് നിന്നെ ആക്ഷേപിക്കുന്നവർ കാണും.
പക്ഷേ യഥാർത്ഥത്തിൽ ഭാഗ്യമില്ലാത്ത ജന്മം എന്റേതായിപ്പോയി. നിന്റെ കളികൾ, ചിരികൾ, അതിനോടൊപ്പം വളരുന്ന നിന്റെ സ്വപ്നങ്ങൾ, ഒന്നിനും ഈ പിതാവിന് യോഗമില്ലാതായി പോയല്ലോ. ഞാനിപ്പോൾ നൽകിയത് നിനക്കുള്ള എന്റെ അന്ത്യചുംബനമാണ്. മീനാക്ഷി, നമ്മുടെ യാത്രയ്ക്കുള്ള സമയമായി. സിന്ദൂരമണിയിച്ച് നമ്മെ യാത്രയാക്കൂ. ഇല്ല, അടിയനെ കൊണ്ടത് പറ്റില്ല. ആശ്വാസം പറയാൻ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ ശേഷിക്കുന്നില്ല. ഒരു യാചനയുള്ളൂ, ഈ സ്നേഹം കൊണ്ട് നമ്മെ തോൽപ്പിച്ചു കളയരുത്. ഇത് മീനാക്ഷിയുടെ ഭർത്താവായ നമ്മുടെ അപേക്ഷയല്ല, നാട് വാഴുന്ന സുന്ദരരാജൻ തമ്പുരാന്റെ ആജ്ഞയാണ്. തിലകം ചാർത്തു. ജ്യേഷ്ഠ, എന്താ, എന്തു പറ്റി? ദേ നോക്ക്. നമ്മുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കുന്നു. ദേശമംഗലം മണ്ണിലേക്ക് അവധൂതൻ പുറപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളായി മുടക്കം വന്ന അവധൂതന്റെ വരവ് നമ്മളെ തോൽപ്പിക്കാൻ തന്നെ ആയിരിക്കില്ലേ? നിശ്ചയിച്ചുറപ്പിച്ച സമയത്ത് സുന്ദരരാജന്റെ ആത്മഹൂതി നടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. ദേശമംഗലത്തിന്റെ കെടുതി ഒടുക്കാൻ പുറപ്പെട്ടിരിക്കുന്ന അവധൂതൻ ആ മണ്ണിൽ കാലുകുത്തരുത്. ഇന്ന് പകൽ അവസാനിക്കുന്നതിന് മുമ്പ് അവധൂതന്റെ മരണം അനിവാര്യമാണ്. എങ്കിൽ വേണ്ടതെന്താണെന്ന് ചിന്തിക്ക്. അവധൂതൻ ദേശമംഗലത്തെത്തിയാൽ സുന്ദരരാജന്റെ ആത്മഹൂതിക്ക് പകരം നമ്മുടെ ആത്മഹത്യയായിരിക്കും നടക്കുക. ഇത്രയും കാലം കരുത്ത് കാട്ടിയതും ബലിയർപ്പിച്ച് വരം നേടിയതുമെല്ലാം ഒരിക്കലും പാഴാവില്ല സൈരന്ധ്രി.
സുന്ദരരാജന് മുമ്പേ കാലപുരിക്ക് പോകാനാണ് അവധൂതന്റെ യോഗം. ലക്ഷണം കണ്ടിട്ട് ഒരു ദൂരയാത്രയാണെന്ന് തോന്നുന്നല്ലോ. അതെ, കാലങ്ങളായി മുടങ്ങിക്കിടന്ന ഒരു യാത്ര. ദേവി മഹാമായയുടെ അനുഗ്രഹത്തിൽ ഇന്ന് വീണ്ടും ആരംഭിച്ചു. എനിക്കും അങ്ങയോടൊപ്പം കൂടാമോ? യാത്ര കഠിനമായിരിക്കും. പരീക്ഷണങ്ങൾക്കൊരു കുറവുണ്ടാവില്ല. അവിടുത്തെ പോലൊരു യുവതി അതൊക്കെ താങ്ങുമോ? സാരമില്ല, അങ്ങയുടെ മുഖം വിളങ്ങുന്നത് അറിവിന്റെ തേജസ് കൊണ്ടാണ്. അറിവുള്ളവരുടെ കൂടെ അല്പദൂരം നടക്കാൻ കഴിയുന്നതും പുണ്യമല്ലേ? ഭവതി ഏത് നാട്ടുകാരിയാണ്? ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ദേശത്തിന്റെ പേര് നിർബന്ധമാണോ? അങ്ങനെയില്ല. എന്നാൽ നടന്നോളൂ. പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ഒരുപക്ഷെ ചെറിയ സഹായങ്ങളൊക്കെ അടിയനെ കൊണ്ടും സാധിക്കും. നാം ഉദ്ദേശിച്ച പരീക്ഷണങ്ങളുടെ ആഴം എത്രയെന്ന് ഊഹിക്കാൻ പോലും ഒരു യുവതിക്ക് സാധിക്കില്ല. എന്നിട്ടല്ലേ അത് പരിഹരിക്കുന്നത്? എലി ഒരു ചെറിയ ജീവിയല്ലേ? പക്ഷേ കൃഷിനാശം വരുത്തുന്ന എത്രയോ പ്രാണികളെ എലികൾ തിന്നൊടുക്കുന്നു. എലികളെ കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ പകരം വിളിക്കുന്നത് പുലിയെ അല്ലല്ലോ, പൂച്ചയല്ലേ? അതും ഒരു ചെറിയ ജീവിയല്ലേ? ശരിയാണ്. അപ്പോൾ പിന്നെ വലിപ്പ ചെറുപ്പം നോക്കേണ്ട കാര്യമില്ലല്ലോ. സ്ത്രീയാണോ പുരുഷനാണോ ആ വ്യത്യാസത്തിന്റെയും ആവശ്യമില്ല. ആരും എവിടെയും ഉപകരിക്കും. മഴ പെയ്യുമ്പോ മൺകട്ടയുടെ മുകളിലിരിക്കുന്നൊരില അതിന്റെ ധർമ്മം ഭംഗിയായി ചെയ്യുന്നില്ലേ? വിദ്യ അഭ്യസിച്ചത് ഏതു ഗുരുകുലത്തിലാണ്? ക്ഷമിക്കണം, ഗുരുകുല വിദ്യാഭ്യാസമല്ല. അച്ഛൻ പറഞ്ഞു തന്ന അറിവുകളും അഭ്യാസങ്ങളുമേ കയ്യിലുള്ളൂ.